റബ്ബർ മേഖലയോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സംഘടിപ്പിച്ചിരിക്കുന്ന ലോങ് മാർച്ചിന് തുടക്കമായി. ചെയർമാൻ PJ ജോസഫ് മോൻസ് ജോസഫ് MLAക്ക് പാർട്ടി പതാക കൈമാറിക്കൊണ്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയെ വർദ്ധിപ്പിക്കണമെന്ന് PJ ജോസഫ് ആവശ്യപ്പെട്ടു. വിലസ്ഥിരതാ ഫണ്ടിന്റെ വെബ്സൈറ്റ് ആകെ മരവിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ടയർ കമ്പനികളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി റബ്ബർ കർഷകരുടെ താൽപ്പര്യങ്ങൾ ഹനിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നയത്തിനെതിരെയും നമുക്ക് ഒറ്റക്കെട്ടായി നീങ്ങേണ്ടതായിട്ടുണ്ട്. കോട്ടയം ലോക്സഭാ സീറ്റിൽ ജോസഫ് ഗ്രൂപ്പ് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ ജില്ലയിലെ പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്ന വേദിയായി കൂടി ലോങ് മാർച്ച് മാറും. റബ്ബറിന്റെ താങ്ങുവിലയാണ് മാർച്ചിലെ പ്രധാന അജണ്ടയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയുടെ കളമൊരുക്കുകയാണ് മാർച്ചിന്റെ ലക്ഷ്യമെന്ന് വ്യക്തം. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനം തട്ടിത്തകർത്ത ഈ നാട്ടിൽ ഒരു കാര്യവും നടക്കാതെ 2 MPമാർ പാഴ്വേലിയായി മാറിയ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ചൂട്ട മറുപടി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ പ്രതികരിക്കാൻ മുന്നോട്ട് വരികയാണ്. കടുത്തുരുത്തിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള 30 കിലോമീറ്റർ ദൂരമാണ് പദയാത്രയ്ക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. മോൻസ് ജോസഫ് MLA ആണ് ജാഥ ക്യാപ്റ്റൻ. മാർച്ചിന്റെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് വൈകിട്ട് കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യും. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.